ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്ത, അതായത് മധുര പാർട്ടി കോൺഗ്രസ് വരുന്നു. ഈ കാസർഗോട്ടെ ഒരു പാർട്ടി ഗ്രാമം ഒരു വിപ്ലവ തീർത്ഥയാത്ര നടത്തുകയാണ്. അതിൻ്റെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? പഴനി ആണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസ്സിലും പോകാം എന്നാണ്. അതായത് ഈ വിപ്ലവത്തിനുമേൽ വല്ലാതെ വിരളി പൂണ്ട് വിശ്വാസത്തെ ഏറ്റുകെട്ടാനുള്ള ശ്രമത്തിലാണ് ഇടതു സഖാക്കൾ, അല്ലേ? ഇത് കമ്മ്യൂണിസത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്. 1939 പിണറായിയുടെ നയവ്യതിയാനമല്ല, പരാജയം എന്ന് തന്നെ പറയുന്നത്. വ്യതിയാനം മാത്രമല്ല, ഇതിനെ വ്യതിയാനത്തിന്റെ ഒരു ചെറിയ ഇതിൽ നമുക്ക് ഒതുക്കാൻ കഴിയും. ഇതൊരു പരാജയമാണ്. കാരണം എന്താണോ തങ്ങൾ നയമായി പറഞ്ഞിരുന്നത് അതിന്റെ നേരെ വിപരീതം ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് പരാജയമാണ്. തങ്ങൾ പറഞ്ഞിരുന്നതെല്ലാം അത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തതാണ് എന്നും കമ്മ്യൂണിസമേ കാലഹരണപ്പെട്ടു എന്നും. ഇന്ന് പാർട്ടിയുടെ പേര് മാത്രമേ, മറിച്ച് കമ്മ്യൂണിസം അവര് ഈ പറഞ്ഞ പോലെ 1939 പിണറായിലെ പാറപ്പുറത്ത് കരുപ്പിടിച്ച ഈ പ്രസ്ഥാനം അന്ന് മുതൽ വിശ്വാസത്തിനെതിരായിരുന്നു, വിശ്വാസികൾക്കെതിരായിരുന്നു. പക്ഷെ അവർക്ക് അവസാനം പാർട്ടി കോൺഗ്രസിന് ആളെ കിട്ടണമെങ്കിൽ പഴനിയാണ്ടവനെ തൊഴണം എന്ന സ്ഥിതിയിൽ എത്തിയെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ഇനി ഇല്ല. ഇനി അതിന്റെ പേരിൽ മസിൽ പെരുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് പരസ്യമായിട്ടാണ്, രഹസ്യമായി അല്ല. നമ്മുടെ ഏതോ സിനിമയിൽ പണ്ട്, സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല, മറ്റേ സുകുമാരി ചേച്ചി പറയുന്നുണ്ട്, പാർട്ടി സമ്മേളനത്തിന് പോയി തിരിച്ചു വന്ന് ഭർത്താവിനോട് പറയുന്നത്, ഞാൻ അവിടെ ഇറങ്ങിയത് അമ്മയൊന്ന് കാണാൻ പോയി. അത് ആ അമ്മ ഏതമ്മയായിരുന്നു? സ്വന്തം അമ്മയല്ല, നമുക്കറിയാം. അത് കൊടുങ്ങല്ലൂർ അമ്മയോ ചോറ്റാനിക്കര അമ്മ, അങ്ങനെ ഏറെ ക്ഷേത്രത്തിൽ പോയ കഥയാണ് പറയുന്നത്. തിരിച്ചു വന്ന് വണ്ടി കയറി പോരുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു പക്ഷേ കമ്മ്യൂണിസത്തിന്റെ പരാജയത്തെ കണ്ടുകൊണ്ട് എഴുതിയ അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് അത് ആ രൂപത്തിൽ. ഇന്ന് വിശ്വാസത്തിന്റെ മേമ്പൊടി ഇല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ വഴിയെ ആരും പോകാത്തൊരവസ്ഥയാണ്. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അവരുടെ വീടുകളിലൊക്കെ ഗംഭീരമായ പൂജ നടത്തുകയും അല്ലെങ്കിൽ കാടാമ്പുഴയിൽ പോയി മറ്റേ പൂങ്ങുടൽ നടത്തുകയും ഒക്കെ ഒളിച്ച് തലയിൽ മുണ്ടിട്ടാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ. അണികളൊന്നും തലയിൽ മുണ്ടിടാതെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിസം എന്ന ഇനി ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മസിൽ പെരുക്കാതിരിക്കുക. ആ പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് ഇത്തരത്തിൽ വികലമായി കടക്കൽ ക്ഷേത്ര സന്നിധിയിൽ അടക്കമുള്ളിടത്തേക്കൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നത്. കാരണം പരാജയപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഇനി അത് മാത്രമല്ല, ആ പരാജയം സംഘടനയുടെ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടിടത്തല്ല, ഇപ്പോൾ ഇതൊരു വാശിയാണ്. സർവ്വം നശിപ്പിക്കണം, അവനവൻ തകർന്നു കഴിഞ്ഞു, സർവ്വവും നശിപ്പിക്കണം എന്നൊരു വാശി, ഒരു സാഡിസം, അതിന്ന് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് തോന്നണം. കാരണം അവർ വീടുകൾ തകർക്കാൻ തുടങ്ങി. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരസ്പരം അവിശ്വസിച്ചുകൊണ്ട് അന്യോന്യം കൊല്ലാൻ മടിയില്ലാതെ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബം ഉപേക്ഷിച്ചു പോകാൻ, കുട്ടികളെ ഉപേക്ഷിക്കാൻ, കൊല്ലാൻ, ക്രൂരമായി കൊലപാതകം നടത്താൻ. എവിടെയാണിത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അർബൻ നക്സലിസും ഒക്കെ കുടുംബത്തിൻ്റെതായ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഇല്ലാതാക്കി കുടുംബങ്ങൾ ഒരുവിധം നാനാവിധമാക്കി. ആളുകൾ മനഃശാന്തി തേടി എത്തുന്നത് ക്ഷേത്രങ്ങളെ പോലുള്ള സ്ഥലങ്ങളിൽ. അവിടെ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാട്ടിയിട്ട്, കാരണം മനുഷ്യനെ ഈ ചെഗുവരയെ പോലെയുള്ള കുറച്ച് കാലങ്ങളായി എന്റെ ഒന്നും കുട്ടിക്കാലത്ത് ഞാൻ ഈ ചെഗുവരയെന്ന് എവിടെയും കണ്ടിട്ടില്ല. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് പണ്ട് പൊതുയോഗങ്ങളും മറ്റേ മുദ്രാവാക്യങ്ങളൊക്കെ ഏത് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും ഇഷ്ടം. കുട്ടിക്കാലം മുതലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എവിടെയും ചെഗുവരയെ കണ്ടിട്ടില്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഗ്രാമത്തിൽ നിരന്തരമായി CPM-ന്റെ പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ എവിടെയും ചെഗുവരയെ കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ചുണ്ടിൽ പുകയുന്ന ചുറ്റുമായി ചെഗുവരെ അവതരിപ്പിക്കുന്നത് കേരളത്തെ നശിപ്പിക്കാൻ തന്നെയാണ്. കേരളത്തിന്റെ യുവത്വത്തെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ കൊണ്ട് തള്ളിയിടുക. അങ്ങനെ ഈ ഒരു സമാജത്തെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാജം വേണ്ട എന്നുള്ളൊരു ധാരണയിലെത്തും. അതിനൊക്കെ വലിച്ചാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. അമ്പലത്തിലെ പുറകെ തെളിയുന്നത് ചെഗുവരയാണ്. ആരാണ് ഇവിടെ കേരളത്തിന് ചെഗുവര? ഈ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും തള്ളിയിടുക എന്നതിൽ കവിഞ്ഞ് എന്ത് ഉദ്ദേശമുള്ളത്? കുടുംബം തകർക്കുക എന്നതിൽ കവിഞ്ഞ് എന്ത് ഉദ്ദേശം? ചെഗുവര നടത്തി എന്ത് പോരാട്ടം കേരളത്തിൽ നടത്താനുള്ളത്? എന്താണ് അതിന് സമാനമായ സാഹചര്യം ഉള്ളത്? ഞാൻ ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു UP സ്കൂളിന്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ ആ UP സ്കൂളിന്റെ പടിക്കൽ ഒരു 50 മീറ്റർ പോലും ദൂരമില്ലാതെ വലിയൊരു ഫ്ലക്സ് ചുണ്ടിൽ പുകയുന്ന ചുരുട്ടുമായിട്ട് ചെഗുവര ഇരിക്കുന്നു. എന്ത് സന്ദേശം ഈ ചെറുപ്പ പിള്ളേർക്ക് കൊടുക്കാനുള്ളത്? അപ്പൊ ഇവിടുത്തെ കുടുംബം നശിപ്പിച്ചു, എല്ലാ മൂല്യങ്ങളെയും നശിപ്പിച്ച് ശാന്തി നേടി എത്തുന്ന ക്ഷേത്രങ്ങൾ പോലും ഇല്ലാതൊക്കെ. ഒരുപക്ഷെ ആ ശാന്തി കൊടുക്കുക എന്നുള്ളത് അത് നടക്കുന്ന ആരാധനാലയം ക്ഷേത്രങ്ങൾ മാത്രമാണ്. മറ്റുള്ളതൊക്കെ ഒരുപക്ഷെ അവരെ ഒരു മിലിറ്റന്റ് സംവിധാനത്തിലൂടെ ഉറപ്പിച്ചു നിർത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു ശാന്തി പ്രദാനം ചെയ്യുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അലോഷിയുടെ പാട്ട് ഒരിക്കലും പള്ളിയിൽ വെക്കില്ല, ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോ വെക്കില്ല. അവർ സമ്മതിക്കില്ല എന്നത് വേറൊരു കാര്യം. കാരണം അവിടെ ഒരു പക്ഷേ ഈ ശാന്തി കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് തങ്ങളുടേതായ ചില ചിട്ടവട്ടങ്ങളിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അത്തരം ആരാധനാലയങ്ങൾ നടക്കുന്നത്. പക്ഷെ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ അതല്ല.
അവർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം, എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. അവരങ്ങനെ ഒരു ഇട്ടാവട്ടത്തിനുള്ളിൽ അടയ്ക്കുന്നില്ല. പകരം ശാന്തി തേടിയാണ് അവരെത്തുന്നത്. പല പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, അത് ലഹരിയല്ല ശാന്തി, മറിച്ച് ആ ക്ഷേത്രത്തിലെത്തി തൊഴുമ്പോൾ അവൻ കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്, അത് തേടിയാണ്. ആ ലഹരി, ഹരിയിൽ ലയിക്കുക എന്നത് ലഹരിയുടെ ഒരു വാക്കാണ്. ആ ഹരിയിൽ ലയിക്കാൻ ആഗ്രഹിച്ചാണ് അവൻ ക്ഷേത്രത്തിലെത്തുന്നത്. അവനെ കൊണ്ടുപോലും അവിടെ ആ ശാന്തി ഇല്ലാതാക്കി അതിനെയും അശാന്തിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അധികാരത്തിൽ കയറുന്നു. ഇനി ഈ കടക്കല് അവർ ക്ഷേത്രവിശ്വാസികളോടും ക്ഷേത്രത്തോടും ചെയ്യുന്നത് കേവലം ഈ പാട്ട് മാത്രമല്ല, പാട്ട് നിസ്സാരമാണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. അത് മഞ്ഞുമലയുടെ ഒരു മുകളറ്റം മാത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ സഖാക്കൾ കയ്യേറിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ചുറ്റും. അവർ കോടികളാണ് അത് വെച്ചുണ്ടാക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ മറ്റുണ്ടാക്കിയ സ്ഥലം മുഴുവൻ ക്ഷേത്രത്തിന്റെയാണ്. നിയമപരമായി ഒരു അവകാശവും ഇല്ലാതെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ സഖാക്കളും പാർട്ടിയും കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര മൈതാനവും ക്ഷേത്ര കുളവും ഒക്കെ കാർണിവലിന് വിട്ടുകൊടുത്തുകൊണ്ട് ലക്ഷങ്ങളും കോടികളുമാണ് പാർട്ടി സമ്പാദിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഉത്സവത്തിന് വരെ ക്ഷേത്ര മൈതാനം പാർട്ടി ലേലത്തിനെടുത്തു, അല്ലെങ്കിൽ പാർട്ടി ഒരു ചെറിയ തുകയ്ക്ക് ലേലത്തിനെടുത്തുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാർക്ക് വേണ്ടി അത് മറിച്ചു കൊടുത്തു. ഇതിന്റെയൊക്കെ പേരിൽ അവർക്ക് വെറും പണം ഉണ്ടാക്കുന്ന ഒരു കറവ പശു മാത്രമാണ് ക്ഷേത്രം. ആ പണം ഉണ്ടാക്കാനുള്ള കറവ പശു ആയ പോലും ആ ഒരു നന്ദിയെങ്കിലും ക്ഷേത്രത്തോട് കാണിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള പേക്കൂത്ത് അവർ ക്ഷേത്രത്തിൽ ചെയ്യുമായിരുന്നു.